നമസ്കാരം ചങ്ങായിമാരെ, ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നാറാത്തുള്ള വലിയപറമ്പ് ശ്രീ മാരിയമ്മ ക്ഷേത്രമാണ്. ഇവിടെ ഈ വർഷത്തെ ഉത്സവാഘോഷം നടക്കുകയാണ്. ഒപ്പം കൊടുങ്ങല്ലൂർ ഭരണയാത്ര 2026 മാർച്ച് 13 തുടങ്ങി 15 ഇവിടുത്തെ ഉത്സവം സമാപിക്കുന്നത്. ഉത്സവത്തിന്റെ 2ാം ദിവസമായ മാർച്ച് 14 ശനിയാഴ്ച ഞാനിവിടെ വരുന്ന സമയത്ത് ഗുളികന്റെയും ഘണ്ടകർണന്റെയും വെള്ളാട്ടം നടക്കുക. ഉത്സവം കൂടാൻ വരുന്ന ഭക്തർക്കായുള്ള അന്നദാനം ഒരു സൈഡിൽ അങ്ങനെ നടക്കുന്നുണ്ട്. രാത്രി ഏകദേശം ഒരു 11:30 കാഴ്ചവരവ് അങ്ങ് ആരംഭിച്ചു. നാറാത്തുള്ള ഈ ഒരു മാരിയമ്മ ക്ഷേത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാഴ്ചവരവ് തന്നെയായിരുന്നു. ചെണ്ടകൊട്ടും ബാൻഡ് മേളവും DJ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഘോഷയാത്രയായിരുന്നു. നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക കാവുകളിൽ ഇപ്പോൾ താലപ്പൊലിയും ഘോഷയാത്രയൊക്കെ ആയിട്ട് ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഈ ഒരു താലപ്പൊലി ഘോഷയാത്ര നാറാത്തുകാർക്കൊരു അത്ഭുത കാഴ്ച തന്നെയായി. ഈ ഒരു എഴുന്നള്ളത്തും ഘോഷയാത്രയൊക്കെ കാണാൻ വന്ന ആളുകൾക്ക് വല്ലാത്തൊരു കൗതുകം തന്നെയായിരുന്നു. പാലക്കാടും തൃശ്ശൂരും ഗുരുവായൂരും നിന്നൊക്കെ എത്തിയ കലാകാരന്മാർ ഒരുക്കിയ കാഴ്ചകൾ മനോഹരം തന്നെ. പയ്യാവൂരും കുറ്റ്യാട്ടൂരും അതുപോലെ തന്നെ കാവുമൂലിലൊക്കെ ഉണ്ടായ അതേ തരത്തിലുള്ള DJ ഇവിടെ ഉണ്ടായിരുന്നു. വർണ്ണശബളമായ വെളിച്ചവും ശബ്ദവും കൊണ്ട് ആളുകളുടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഈ ഒരു ഉത്സവം ഗംഗേമം തന്നെയായിരുന്നു. ഏതൊരു ഉത്സവമാണെങ്കിലും അവിടുത്തെ യുവാക്കളാണ് ഏറ്റവും വലിയൊരു ശക്തി. അതുപോലെ നമ്മുടെ നാടിന് ആവശ്യമാണ് റെഡ് ചാലഞ്ചേഴ്സ് പോലുള്ള ക്ലബ്ബുകളും. രാവിലെ കൃത്യം 5 മണിക്ക് ഘണ്ടകർണൻ തെയ്യറിഞ്ഞ് ആളിക്കത്തുന്ന പന്തങ്ങൾക്കിടയിൽ നീളൻ മുടിയും ധരിച്ചുള്ള ഈ ഒരു ഘണ്ടകർണൻ തെയ്യം നേരം പുലർന്നു വന്നൊന്നും പിന്നെ അറിഞ്ഞില്ല കേട്ടാ. പിന്നീട് രാവിലെ മുതൽ ഗുളികന്റെയും ഘണ്ടകർണന്റെയും ഭക്തർക്കായുള്ള ദർശനമായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ തങ്ങളുടെ സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറയുമ്പോൾ ആ വിഷമങ്ങളെല്ലാം ദൈവം ഏറ്റെടുത്തുകൊണ്ട് ഭക്തരെ ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു. വസൂരിമാല തെയ്യത്തെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് തൊട്ടിപ്പുറത്തായിട്ട്. ഘണ്ടകർണൻ തെയ്യത്തിന് താടി വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുട്ടിയെ ഉച്ചയ്ക്ക് 12 മണിക്ക് കള്ളിയാമ്പള്ളി എന്ന ചടങ്ങോടെ ഉത്സവത്തിന് സമാപനം.